89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഹോട്ട് സീറ്റിൽ ഉള്ളത് പൂജ മോഹൻ രാജ് ആണ്. യെസ്, നമുക്കറിയാം ലേറ്റസ്റ്റ് റിലീസ്ഡ് മൂവി സൂക്ഷ്മദർശിനിയിലെ ഒരു അടിപൊളി കഥാപാത്രത്തെയൊക്കെ ചെയ്ത് നമ്മളൊക്കെ കുറെ ചിരിപ്പിച്ച കഥാപാത്രം അസ്മായി ചെയ്ത പൂജ ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ചേച്ചി, വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട്. താങ്ക് യു. യെസ്, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വരാനായിട്ട് പോകുന്ന ഉത്തരം സൂക്ഷ്മദർശിനിയാണ് എന്നറിയാം. സോ സൂക്ഷ്മദർശിനിയോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിക്ക് പോകുന്നു. എല്ലാ ദിവസവും പലരും വിളിക്കുന്നുണ്ട്, നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും അല്ലാതെയൊക്കെ. അപ്പം എല്ലാരും സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പൊ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്, ഭയങ്കര കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അങ്ങ് ആഘോഷിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്നാലും ചേച്ചീനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് പൂജ മോഹൻ രാജ് എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആവേശം സിനിമയാണ് ഓർമ്മ വരുന്നത്. സോ അതിനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി എന്തായാലും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ പൂജ മോഹൻ രാജ്. ചേച്ചി, സൂക്ഷ്മദർശിനിയിലെ സന്തോഷ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റിലെ തന്നെ ഒരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു സൂക്ഷ്മദർശിനി എന്ന് തന്നെയാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ആയിട്ട് ഈ നമ്മുടെ സെറ്റിൻ്റെ സമയത്ത് കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരുപാട് നേരം കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറയുന്നു. അവരിൽ ചേച്ചി സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്ന് പറയുക. ഓക്കെ, ഫണി മൊമെന്റ്സ് അല്ലെങ്കിൽ അവരിൽ ഓർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് പറയാനായിട്ടുള്ള പേര് നസ്രിയ ആണ്. നസ്രിയയിൽ നിന്ന് എന്താണ് ചേച്ചി സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത ആ കാര്യം? നസ്രിയ ഭയങ്കര കെയറിങ് ആണ് ആക്ച്വലി. എന്താ വെച്ചാൽ നമ്മള് ഭയങ്കരമായിട്ട് ഇപ്പൊ ബേസിലാണെങ്കിലൊക്കെ നമ്മൾ ബന്ധം വെച്ച് അടി ഉണ്ടാക്കുന്ന അങ്ങനെ കാണാം. പക്ഷെ അതേസമയം നസ്രിയാണ് ഓരോ ആൾക്കാർക്കും അയ്യോ ഇവർക്ക് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ അയ്യോ എന്തെങ്കിലും നമുക്കാണെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ എന്നൊക്കെ വളരെ സട്ടിലായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ സട്ടിലായിട്ട് പുള്ളിക്കാരി അത് വേറെ രീതിയിൽ സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാനോ ഒക്കെ ഒരു എഫേർട്ട് എടുക്കും. പക്ഷെ അത് ആരും അങ്ങനെ അറിയിച്ചുകൊണ്ടല്ല. അതാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് പുള്ളിക്കാരിയുടെ ക്യാരക്ടറിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നസ്രിയയുടെ ക്യാരക്ടറിൽ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ആൻഡ് അടുത്തത് ബേസിൽ ജോസഫ്. ബേസിൽ എന്താ പറയാ, നല്ല ഒരു ഫൺ ഗായാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബേസിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്ക് ഒന്നും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ചിലപ്പം നമ്മൾ ഇത്തിരി ലോ ആണെങ്കിലും ബേസിലാണെങ്കിലും അതേ സമയത്ത് നഷ്ടമാണെങ്കിലും സെറ്റിലോട്ട് വരുമ്പോ നമ്മുടെ ഒരു മൂഡ് ബൂസ്റ്റ് ഉണ്ടാവും. നമ്മുടെ അഭിനയത്തിന്റെ കാര്യമൊന്നുമല്ല, നമ്മൾ പേഴ്സണലി എന്തെങ്കിലും ടാർഗറ്റ് ഇരിക്കുകയാണെങ്കിലും അവരുടെ ഒരു പ്രസൻസ് തന്നെ ഭയങ്കര എന്താ പറയാ, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പവർഫുൾ അല്ലേ, ഭയങ്കര പോസിറ്റീവ് ആണ്. ഓക്കെ 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 നെക്സ്റ്റ് പേരിലേക്ക് ഞാൻ പോകുന്നു. അത് കുറച്ച് സർപ്രൈസ് എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരിലേക്കാണ് പോകുന്നത്. ആ പേര് ആരാണ്? ആ ആളിൽ നിന്ന് പൂജ മോഹൻ രാജ് എന്ന ആക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷ്മമായിട്ട് ദർശിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പാട്ടുകൾക്ക് ശേഷം കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് യെസ്, ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിലുള്ളത്
പൂജ മോഹൻ രാജ്, സൂക്ഷ്മദർശിനി എന്ന ലേറ്റസ്റ്റ് മൂവിയിലെ ആക്ടർ. പൂജ ചേച്ചി, നമ്മളൊരു സെഗ്മെന്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചില ആക്ടേഴ്സിന്റെ പേര് പറയുന്നു, അല്ലെങ്കിൽ ചില പേരുകൾ പറയുന്നു, അവരിൽ നിന്ന് ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങൾ, സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു സെഗ്മെന്റ്. ആൻഡ് അടുത്ത പേര് പറയട്ടെ? ഓക്കെ, അടുത്തത് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ വളരെ ക്വയറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ സെറ്റിലൊക്കെ. പക്ഷെ പുള്ളിക്കാരനും നമ്മളടുത്ത് വന്ന് നമ്മളെ കംഫർട്ടബിൾ ഒക്കെ ആക്കും, പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള ഒരു രീതി. അപ്പൊ പുള്ളിക്കാരനും ഇങ്ങനെ നമ്മളൊക്കെ വാച്ച് ചെയ്യും. അത് വളരെ സറ്റിലാണ്. ഈ വീട്ടിലെ ആസ് എൻ ആക്ടർ ഫഹദ് ഭയങ്കര ഗിവിങ് ആണ്. ഫഹദ് വളരെ ഇൻവോൾവ് ആയിട്ടിരിക്കും. ഫഹദ് അങ്ങോട്ട് പോവാതെ തന്നെ ഫഹദ് ഇൻവോൾവ് ആയിട്ട് തന്നെ ആ സീനിൽ നമുക്ക് എനർജി ഒക്കെ തന്ന് ഇരിക്കും. അപ്പൊ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആവേശത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സൂക്ഷ്മദർശിനിയുടെ ഡയറക്ടർ MC ജിതിൻ. അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? MC എന്താ പറയാ, ഭയങ്കര ഒരു സ്വീറ്റ് ക്യൂട്ട് ബോയ് അങ്ങനെയാണ് എനിക്ക് MC ചിലപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ പതിയനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ MC ഇങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെ കണ്ട്. പക്ഷെ MCയുടെ കാര്യം എന്ന് പറഞ്ഞാല് MC ആദ്യം സംസാരിക്കാൻ തുടങ്ങാനൊക്കെ വളരെ പതുക്കെയായിരിക്കും. പക്ഷെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ MC നന്നായിട്ട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു അത് എന്റെ ഒരു ക്വാളിറ്റിയാണ്. എന്റെ ഒരു ക്യാരക്ടറാണത്. ആദ്യം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ, എല്ലാവരോടും ഇങ്ങനെ ചാടി സംസാരിക്കാൻ മടിയാ. പക്ഷെ പോകെ പോകെ ആൾക്കാരെ കംഫർട്ട് ആയിക്കഴിഞ്ഞാല് കുറെ നല്ലോണം സംസാരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ക്യാരക്ടർ അല്ലേ, കംഫർട്ടബിൾ ആക്കും, കംഫർട്ടബിൾ സോണിലെത്തിയ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ അടുത്തത് ക്രിസ്റ്റോഫ് സേവിയർ. കാരണം ഇത് നമുക്കറിയാം, സൂക്ഷ്മദർശിനി എന്നുള്ള ഒരു പടത്തിൻ്റെ ലുക്കൗട്ട് പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഹൈപ്പ് നമുക്ക് ആ ദുരൂഹ മന്ദാസമേ എന്നുള്ള പാട്ടിലൂടെയാണ് നമുക്ക് കിട്ടി തുടങ്ങിയത് ആക്ച്വലി. അപ്പം ക്രിസ്റ്റോഫ് സേവിയറിൻ്റെ സോങ്സ് സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചപ്പം ചേച്ചി എന്താണ് സൂക്ഷ്മമായിട്ട് കണ്ട ഒരു കാര്യം? കൃഷ്ണ ഞാൻ അത്ര സൂക്ഷ്മമായിട്ട് വർഷത്തിലേക്ക് കൃഷ്ണ വെരി ടാലന്റഡ്, ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. ക്രിസ്റ്റോ ഇത്ര ചെറുതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അത്രയും മെച്യൂരിറ്റിയോടെയാണ് എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയിൽ ചെയ്തേക്കുന്നത്. നമ്മള് ഒരിക്കലും സാധാരണ ത്രില്ലറിന് ടൂറ് പോലെയൊന്നും അല്ല സൂക്ഷ്മദർശിനി ചെയ്തേക്കുന്നത്. അതിലൊരു വ്യത്യാസം, അതിലെ വയലിനും അതില് എന്താ പറയാ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും ചെയ്യുന്ന സൗണ്ട്സും ഒക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അപ്പൊ ഞാനത് ക്രിസ്ത്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ക്ലൈമാക്സിലൊക്കെ വരുന്ന ബിറ്റില് മ്യൂസിക് വളരെ ഇഷ്ടമാണ്. അതൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ പടം മാത്രമല്ല കേട്ടോ, ബ്രഹ്മയുഗാണെങ്കിലും മധുരോത്സവം ക്രിസ്തുവിനെ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്രിസ്റ്റോഫ് സേവിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഇനി എന്തായാലും ക്രിസ്റ്റോഫ് സേവിയറിന്റെ പാട്ടിലേക്ക് തന്നെയാണ് നമ്മൾ SK ഹോട്ട്സ്പോട്ടിലേക്ക് പോകുന്നത്. സൂക്ഷ്മദർശിനിയിലെ ദുരൂഹ മന്ദാസമേ തന്നെ നമുക്ക് കേൾക്കാം. ആൻഡ് അതിനുശേഷം സൂക്ഷ്മദർശിനി ആക്ടർ അല്ലെങ്കിൽ പൂജ മോഹൻ രാജ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം കേട്ടറിയാം ഒരുപാട് വിശേഷങ്ങൾ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ദാ എത്തി ദുരൂഹ മന്ദാസമേ ഓൺ SK ഹോട്ട്സ്പോട്ട്. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പൂജ മോഹൻ രാജ്. ചേച്ചി, നെക്സ്റ്റ് ഒരു കാര്യം ചോദിക്കുവാണെങ്കിൽ, ഇപ്പം ചേച്ചിയുടെ റോൾസ് എന്നൊക്കെ പറയുന്നത്, ഇപ്പം പണ്ട് നമ്മളിപ്പം 1 വരുവാണെങ്കിലും അല്ലെങ്കിൽ ഇരട്ടയിലേക്ക് വരുവാണെങ്കിലും പിന്നീട് വന്നിട്ടുള്ള റോൾസൊക്കെ ചെറിയ ചെറിയ റോൾസ് ആണെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. സോ അത് എത്രമാത്രം ചേച്ചീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ? ഇപ്പം സിനിമ ലൈഫിൽ എനിക്കറിയാം, തിയേറ്ററിലൊക്കെ ചേച്ചി അഭിനയം തുടങ്ങിയതാണ്. പക്ഷേ സിനിമ ലൈഫിൽ ഈ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു സംഭവം എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യാനായിട്ട് പോകുന്നു? അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കിതൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. നമ്മളല്ലോ സിനിമയിലെ കഥാപാത്രങ്ങൾ എഴുതുന്നതും ഒരു സിനിമ എഴുതുന്നതും. അപ്പം ഒരു സിനിമ ഒരാൾ എഴുതി കഴിഞ്ഞ് അത് ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ സൂട്ടബിൾ ആവുന്ന ചിന്തിക്കുന്ന ഒരു സംവിധായകനോ അല്ലെങ്കിൽ ആ ടീമിലുള്ള
കാരണം ഇവരെ കൊണ്ട് ചെയ്യിച്ചാലും ഇവര് കൊള്ളായിരിക്കും ഈ വേഷത്തിൽ ചിന്തിക്കുന്ന ഒരാള്. അപ്പം അന്നൊക്കെയാണ് നമുക്ക് ഒരു വേഷം കയ്യിലോട്ട് എത്തുന്നത്. അതിൽ നമ്മുടെ കൺട്രോള് വളരെ കുറവായിരിക്കും. അഥവാ നമ്മൾ ഓരോ ഓപ്ഷൻ വിളിച്ചാലും നമുക്ക് ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കാന്നല്ലാതെ ഒരു വേഷം നമ്മുടെ അടുത്തോട്ട് എത്തുന്നതിന് മുന്നിൽ കുറെ പരിപാടിയാണ്. അപ്പം അതില് നമുക്ക് ഒരു കൺട്രോൾ ഉണ്ട്. പക്ഷെ ഐ ഫീൽ വെരി ലക്കി ദാറ്റ് ഇത്രയും ചെറിയ സമയത്തില് എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ ഒന്നിന് വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള കഥാപാത്രമാണെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ലക്കി ആയിട്ട് ഞാൻ ഫീൽ ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരട്ടെ, ഇതുപോലെ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ എന്താ പറയുക, ഭയങ്കര സർക്കിളായിട്ടുള്ള ചില കോമഡി ക്യാരക്ടറൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നുമേ. ഇപ്പം പല നമ്മൾ കണ്ടിട്ടുള്ള രോമാഞ്ചമായിക്കോട്ടെ, ആവേശമായിക്കോട്ടെ, എല്ലാം ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൂജ മോഹൻ രാജ് എന്ന ആക്ടറാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ഉള്ളത്. സോ പൂജയോട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രംഗണ്ണൻ്റെ ചില കഥകളും ഒക്കെ നമുക്ക് ചോദിച്ചറിയണം. സോ കീപ് ഓൺ ലിസണിങ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. അങ്ങനെ സിനിമാ വിശേഷങ്ങളും സിനിമാ കഥകളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് ആക്ടർ പൂജ മോഹൻ രാജ്. ചേച്ചി, നമ്മളിങ്ങനെ പൂജ മോഹൻ രാജ് എന്ന ആക്ടറിനെ കുറിച്ച്, അഭിനയത്തിൻ്റെ ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫിലിം 1, അപ്പം അതിൽ അഭിനയിക്കുമ്പോൾ കുറേ സ്വപ്നങ്ങൾ നമ്മുടെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പം ഒരുപാട് സ്വപ്നങ്ങൾ, യെസ് എനിക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ടാകും വരും എന്നുള്ളതൊക്കെ അങ്ങനെ സ്വപ്നങ്ങളുള്ള ഒരു പൂജ മോഹൻ രാജ് ഉണ്ട്. ആൻഡ് ഇന്ന് സൂക്ഷ്മദർശിനിയിലൂടെ മറ്റ് കഥാപാത്രങ്ങളിലൂടെയൊക്കെ ഹിറ്റായ പൂജ മോഹൻ രാജ് ഉണ്ട്. സോ എന്തൊക്കെ മാറ്റങ്ങൾ പേഴ്സണലി ആൻഡ് അഭിനയത്തിലും ചേച്ചിക്ക് വന്നിട്ടുണ്ട്? അഭിനയത്തിൽ ഇൻ ദ സെൻസ് ലൈക്ക് ആസ് ആൻ ആക്ടർ, അതുപോലെ തന്നെ പേഴ്സണലി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്നത്തെ ആ സ്വപ്നം കണ്ട പൂജ മോഹൻ രാജ് ആൻഡ് ഈ പൂജ മോഹൻ രാജ് തമ്മിൽ? എനിക്ക് തോന്നുന്നു മാറ്റം ഏറ്റവും വലിയത് നമ്മൾ സിനിമയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ധാരണകളിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വന്നിരിക്കുന്നത്. അല്ലാതെ എന്താ വെച്ചാല് നമ്മൾ പല കാര്യങ്ങളും സിനിമയുടെ പുറത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ചെയ്തൂടെ, അവർക്ക് അങ്ങനെ ചെയ്തൂടെ, ഇവരെന്താണ് ചെയ്തത്, ഇവര് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അയ്യോ അവർക്ക് ജാട കണ്ടില്ലേ എന്നൊക്കെ നമ്മള് പലപ്പോഴും നമ്മൾ പുറത്തു നിന്നുകൊണ്ട് ജഡ്ജ് ചെയ്യുന്ന പല കാര്യങ്ങളും, അങ്ങനത്തെ ധാരണകളാണ് എനിക്ക് കൂടുതൽ മാറിയിരിക്കുന്നത്. എന്താ വെച്ചാല് നമ്മൾ ഒരു ഇൻഡസ്ട്രിക്ക് അകത്ത് നിൽക്കുമ്പോൾ മാത്രമേ അവരുടെ പ്രശ്നങ്ങളും അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ വയാതെ ബിഹേവിങ് സെക്കൻഡ്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇൻഡസ്ട്രിക്കകത്ത് വന്നതിന് ശേഷമാണ്. അത് മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ ഏതൊരു ആക്ടിംഗ് സ്കൂളിൽ പോയി പഠിച്ചാലും ഒന്നും നമുക്കത് കിട്ടില്ല. അത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം അല്ലേ? അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ എങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ് ഹാൻഡിൽ ചെയ്യണം. ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നു എനിക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹിറ്റ് ഫിലിപ്പ് വരുന്നു. അപ്പൊ ആൾക്കാർ നമ്മളോട് ചോദിക്കും, അയ്യോ ഭയങ്കരല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, പിന്നെന്താണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പീരിയഡ് ഓഫ് ഈ വർഷമല്ലേ നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ പീരിയഡ് ഓഫ് ടൈം എന്നിട്ട് നമുക്കൊരു വർക്ക് ഉണ്ടാവില്ല. എല്ലാവരും നമ്മളെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ, നല്ല ഇത് അഭിനയിക്കുന്നു, നല്ല കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കര എൻജോയ് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇങ്ങനെ ഫിൽ ചെയ്യും. നമുക്ക് സർവൈവ് ചെയ്യണം, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു സെൽഫ് വർത്ത് വേണമെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. ഇപ്പോഴാണല്ലേ ഇതൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ എത്ര കംഫർട്ടബിൾ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ തോന്നിയത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് ഇൻഡസ്ട്രി വന്നാലേ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ എത്ര ടഫാണോ അതിനെക്കാട്ടി ടഫാണ് അതിപ്പോ കയറിയിട്ടും ഉള്ള ജേർണി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പേഴ്സണലി നമ്മള് we should be ready to change നമ്മുടെ ചിന്താഗതികളും, അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന പറഞ്ഞാൽ വ്യക്തിത്വം മാറ്റി വയ്ക്കാന്നല്ല,
നമുക്ക് ഇതിന്റെ ഒരു രീതിക്ക് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു അഡാപ്റ്റീവ് കപ്പാസിറ്റി അല്ലേ, അത് കൂടുതലും എന്താണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം വന്നു. എനിവേ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ആൻഡ് ഇപ്പം എന്താ നമ്മൾ ചേച്ചിയുടെ പല ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ പൂജയുടെ പല ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നാണ്, ഇപ്പം ഇൻട്രോവേർട്ടായിരുന്ന ഒരു ആളിൽ നിന്ന് പിന്നീട് അതൊന്ന് മാറാനായിട്ട് അമ്മ തിയേറ്ററിൽ കൊണ്ടാക്കുന്നു, അങ്ങനെ വന്നിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ കേട്ടു. ആൻഡ് ഇനി എനിക്കറിയേണ്ടത് ആ അമ്മയെക്കുറിച്ചാണ്. എന്തായാലും അമ്മയെക്കുറിച്ച് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിങ് ടു SK ഹോട്ട്സ്പോട്ട് ആൻഡ് സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്രൊമോയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആവേശം, രോമാഞ്ചം സിനിമയിലൂടെയൊക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ആ നടിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സൂക്ഷ്മദർശിനിയിലെ ഹിറ്റ് കഥാപാത്രമായ ആസ്മാനേജ് അവതരിപ്പിച്ച പൂജ മോഹൻ രാജ്. പൂജ, അങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ അമ്മയെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നാണ്. കാരണം നമ്മൾ പറഞ്ഞു ഇപ്പം അന്ന് മോളൊന്ന് ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഒന്ന് ഇടപെടണം എന്നൊക്കെ ആഗ്രഹിച്ച് തിയേറ്ററിൽ കൊണ്ടാക്കിയ ആ നടി, അല്ലെങ്കിൽ നിങ്ങളുടെ കഥയിലെ ആ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അമ്മ എന്ത് ഇപ്പൊ? അമ്മയെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? വീട്ടിലൊക്കെയുണ്ട്. എന്താ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു വളരെ നല്ല കൃഷിക്കാണ്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. അത് മിക്കപ്പോഴും അത് ശരിയുമാണ്. അപ്പം എനിക്കൊന്ന് ഇപ്പൊ കുറച്ച് പ്രൗഡൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അമ്മ ലൈക്ക് എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അന്ന് ഞാൻ എൻ്റെ മകളുടെ ലൈഫിലെടുത്ത ഒരു തീരുമാനം ഇത് ഇത്രയും ഗംഭീരമായല്ലോ എന്നൊക്കെ ഇടയ്ക്ക് വല്ലതും പറയാറുണ്ടോ? അങ്ങനെ വല്ലതും ടോക്ക് വല്ലതും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത് അങ്ങനെ ഭയങ്കര കുറച്ചിലൊന്നും ഇല്ല. എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇടക്കാലത്ത് പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ ഞാൻ പരിപാടിക്കൊന്നും കൊണ്ടാക്കണ്ടായിരുന്നു, ഇത് പിന്നെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആയപ്പോ പിന്നെ ഓക്കെ ഒരിക്കലും വീട്ടുകാര് സപ്പോർട്ട് വല്ലാതെ നിന്നിട്ടില്ല. എന്താ വെച്ചാൽ ഇത് ചെയ്യണ്ട, അത് ചെയ്യ്, ഇന്ന ജോലി അങ്ങനെയൊന്നും പറയാത്ത വീട്ടുകാരാണ്. അപ്പം നമുക്കിഷ്ടമുള്ള ചെയ്യാൻ ഉള്ള എല്ലാം പെർമിഷനോ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ബാക്കി എല്ലാവരും വീട്ടിലെ കസിൻസ് ആണെങ്കിലും എന്റെ ടീച്ചർ എല്ലാവരും സെറ്റിൽഡ് ആവുന്നു, അപ്പൊ ഞാൻ മാത്രം ഇതിനൊരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ടെൻഷനൊക്കെ അത് പീരിയോഡിക്കലി നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ എപ്പോഴും ഓരോ സിനിമ കാണുമ്പോഴും ഒക്കെ പുള്ളിക്കാരി വളരെ പ്രൗഡാണ്. അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഇപ്പൊ നമുക്ക് കാണല്ലോ, ഇവർക്കൊക്കെ ഉണ്ടാവില്ല ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ അവരുടെ മറ്റേ അലുമിന ഗ്രൂപ്പിലും മറ്റ് എന്തൊക്കെയോ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അതൊക്കെ സന്തോഷമാണ് നമുക്കല്ലേ. പിന്നെ ഓക്കെ. ആൻഡ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആവാനായിട്ടുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം അമ്മ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനം അമ്മ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ വാക്കുകൾ എന്തുമാത്രം വന്നിട്ടുണ്ട്? അത് ഓർത്ത് നിൽക്കുന്ന ഒരു ഇൻസ്പിറേഷണൽ ഡയലോഗ് എന്താണ്, ഒരു കോട്ട് എന്താണ് ബൈ ഉഷാ മോഹൻ രാജ്? അങ്ങനെ എന്താ പറയാ, പലപ്പോഴും ഞാൻ ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ലോ ആകുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മൾ വീട്ടിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നതും. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ട് എന്റെ അമ്മ എന്നെ എന്താണ് വീട്ടിൽ പുറത്താക്കിയിട്ടില്ല എന്നുള്ളത് വലിയ കാര്യം അല്ല. വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഒട്ടും ഫിൽറ്ററില്ലാതെ നമുക്ക് ദേഷ്യം കയറുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് സംസാരിച്ച് പോയേക്കാം. പക്ഷെ ഒരിക്കലും വീട്ടിന് പുറത്ത് നമ്മള് എന്താ പറയാ നമ്മുടെ ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും. എത്ര ദേഷ്യം വരാതെയും ഒക്കെ പിടിക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ പൊട്ടും, നമ്മളായി പോകും. നമ്മൾ നമ്മളായി പോകുന്നതിനെക്കാട്ടി നമുക്ക് എവിടെയെങ്കിലും റോട്ടിലുള്ള എല്ലാവരും നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ വിഷമവും നമ്മുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും
അപ്പൊ അതൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, ചിലപ്പം ഈ അടുത്ത് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കൊന്നു ഈ ആവേശം ഇറങ്ങിയ സമയത്തും നല്ല ഒരുപാട് കമന്റ്സും ഒരുപാട് സ്നേഹവും കിട്ടുന്ന സമയത്ത് തന്നെ വളരെ മോശമായ രീതിയിൽ ഇതിനൊക്കെ എന്താ പറയാ, ഇവിടെ അതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒത്തിരി കമന്റ്സും പിന്നെ അങ്ങനെ ഉള്ള എന്താണ് റീൽസും പോസ്റ്റുകളും ഒക്കെ സൈമിൾട്ടേനിയസ്ലി ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അല്ലെങ്കിൽ ചിലപ്പോ ഇവരൊക്കെ ഒറ്റ ഡിസ്റ്റർബൻസ് നമ്മള് തിയേറ്ററിൽ ഷോ കാണാൻ പോയതും അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് വളരെ സ്വാഭാവികമായിട്ട് നമ്മള് എന്താ പറയാ ചില്ല് ചെയ്ത് പിന്നെ ജോളിയായിട്ട് കൊണയൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടോ പ്രിറ്റി ആയിട്ടോ ഒന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. അപ്പൊ അതിനൊക്കെയുള്ള ഇവളാരാ, ഇവളേതാ, ഒറ്റ സിനിമ അങ്ങനത്തെ ഒക്കെ കമന്റ്സ് വരുമ്പോഴൊക്കെ തന്നെ എന്റെ വീട്ടിൽ എന്റെ അമ്മയാണെങ്കിലും എന്റെ ചേച്ചിയാണെങ്കിലും ഒക്കെ ഇതൊന്നും മനസ്സിൽ കേറ്റാറില്ല. ചിലപ്പോ അവർക്ക് ഉള്ളിൽ എവിടെയെങ്കിലും വിഷമമുണ്ടെങ്കിലും വേറെ അമ്മ പറഞ്ഞിട്ടുള്ള ഇത് എന്തായാലും ഈ പണിക്കല്ലേ ഇറങ്ങിയത്, ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങുമ്പോ ഇങ്ങനത്തെ കുറേ എന്റെ പേടി നാട്ടുകാര് എന്ത് പറയുന്നു എന്നുള്ളതിനെക്കാട്ടി അമ്മയ്ക്ക് വിഷമാകും എന്നുള്ളതാണ്. അമ്മ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഇനിയിപ്പോ കുഴപ്പമില്ല ആരെങ്കിലും എന്തെങ്കിലും അതാണ് ഈ അടുത്തുണ്ടായതിൽ ഏറ്റവും ഓർക്കുന്ന. ഓക്കെ, അങ്ങനെ അമ്മയായിട്ടുള്ള നല്ല നല്ല കുറേ മൊമെന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം അമ്മയോടും അന്വേഷണം ഒക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പൂജ മോഹൻരാജിന്റെ അമ്മയുടെ വിശേഷങ്ങൾ, ഉഷ അമ്മയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഇനിയും ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം നമ്മുടെ സ്വന്തം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പൂജ മോഹൻരാജ്, ദി ആക്ടർ. ഹലോ പൂജ. യെസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെഗ്മെന്റിലൂടെ പോയാലോ? ഓക്കെ, ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് പൂജ അഭിനയിച്ച ചില സിനിമകളുടെ പേര് ഞാൻ പറയുന്നു, ഇത് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് പറയുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് സിനിമ രോമാഞ്ചം. ലൈഫിൽ ഏറ്റവും കൂടുതൽ രോമാഞ്ചിഫിക്കേഷൻ അടിച്ച ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഏതാണ്? അടുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് മൊമെന്റ് ഓർത്ത് വെക്കുന്ന ആളൊന്നല്ല. പക്ഷെ ഞാൻ ഈ വർഷം നമ്മൾ മണിച്ചിത്രത്താഴ് ഇറങ്ങിയല്ലോ. അപ്പൊ മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ കാണാൻ പോയി. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ ഫാസിൽ സാറിനെ കണ്ടു. ഫാസിൽ സാറും അതേ ഷോ കാണാൻ വന്നിട്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടമുള്ള സിനിമയായിട്ട് കൊച്ചിലെ എത്ര പ്രാവശ്യം കണ്ടിട്ടൊന്നും അറിയില്ല. ഇന്നും വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. അപ്പൊ ഫാസിൽ സാറിനെ അവിടെ കണ്ടു. അപ്പൊ ഞാനൊന്ന് സ്റ്റക്കായി. അപ്പൊ ഫാസിൽ നോക്കിയിട്ട് അയ്യോ ഇത് ആവേശത്തിലെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വന്നു. എനിക്കൊരു അപ്പൊ ലാസ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് അത് പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ചു, നമ്മൾ ഫോട്ടോ എടുത്തു. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പൊ ആലോചിക്കുമ്പോഴും മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ റൊമാൻറ്റിഫിക്കേഷൻ അടിച്ച ആ ഒരു മൊമെന്റ് നമ്മൾ കേട്ടു. ആൻഡ് അടുത്ത സിനിമയിലേക്ക് പോയാലോ? ഫ്രീഡം ഫൈറ്റ്. എന്തിനേലൊക്കെ ഫ്രീഡം ഫൈറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതെല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറുപ്പം തൊട്ടും നമ്മുടെ വീട്ടില് എന്താ പറയാ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിന് ഇപ്പം വിടുക. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ബസ് കയറ്റുക, ട്രെയിൻ കയറ്റുക, ഒറ്റയ്ക്ക് കേട്ടോ. ട്രെയിൻ കയറ്റുക, ട്രെയിൻ ഒറ്റ കയറുന്ന തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ ഫ്ലൈറ്റ് കയറുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ ബാങ്കിൽ കൊണ്ടുപോവാ, അതിൽ ഇതിങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ആയിരുന്നു ഇത്തിരി അങ്ങനത്തെ മൂവ്മെന്റ്. അപ്പം ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂള് കഴിഞ്ഞ് വർഷത്തോളം ഞാൻ കേരളത്തിൽ നിന്ന് വെളിയിലായിരുന്നു പഠിത്തമായിട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പുറത്ത് എന്താണെങ്കിലും കുഴപ്പമില്ല, നീ അവിടെ എത്ര നേരം പുറത്തു നിന്നു. പക്ഷെ ഇവിടെ വരുമ്പോ പെട്ടെന്ന് വീട്ടിൽ കയറണം എന്നുള്ള സീനൊക്കെ പെട്ടെന്ന്.
പക്ഷെ ഈ ഒരു സമയത്ത് ഒരുമിച്ച് നിന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചത് കൊടുത്തത്, ആ നോക്കൂ കൊച്ചിയിലെ ആൾക്കാരും ഇങ്ങനെയാണ്, നമ്മൾ പുറത്തു പോയതുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ, ഇതാ നോക്കൂ കൊച്ചിയിൽ ഇതിങ്ങനെയാണ്. ഇതിങ്ങനെയാണ്, റോട്ടിൽ എത്ര കാറുകൾ, കൊച്ചി ഇപ്പോൾ ഉറങ്ങാറില്ല, ഈസി. പക്ഷെ നമ്മള് അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മളും ഒരു കൺവിൻസിങ് സ്റ്റാർ ആയി മാറും അല്ലേ? കൺവിൻസ് ഞാൻ എന്നെ വിശ്വസിക്കാം. ഓക്കെ, ഞാൻ വിശ്വസിക്കാം അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ഫ്രീഡത്തിന് വേണ്ടിട്ട് ഒരു ഫൈറ്റോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇനി അതെന്തായാലും അടിപൊളി. ഇപ്പൊ എന്തായാലും പക്ഷെ എന്താ വെച്ചാൽ വീട്ടിലല്ലാതെ നമുക്ക് ചിലപ്പം ഓൺ എ ഡേ ടു ഡേ ബേസിസ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ കോൺസ്റ്റന്റ്ലി ഒരു ഫൈറ്റ് ഉണ്ട്. നമുക്ക് വേണ്ടുന്ന കഥാപാത്രങ്ങൾക്ക് നമ്മൾ എത്തിക്കും. നമ്മളൊരു കഥാപാത്രങ്ങൾക്ക് എന്നല്ല ഞാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിക്ക് വേണ്ടി. ഇപ്പൊ എന്റെ ഒരു പണ്ടത്തെ ഒരു ചിന്താഗതിയാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഇഷ്ടമല്ല, എന്തിനാണ് ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളെ ആൾക്കാർ അറിയുന്നതും ഒക്കെ ഈ ഇന്റർവ്യൂസിലൂടെയൊക്കെയാണ്. അല്ലാതെ അവർക്ക് അങ്ങനത്തെ ഒരു അവസരം ഇല്ലല്ലോ. പക്ഷെ അതിനനുസരിച്ച് എന്നെ തന്നെ മാറ്റി ചിന്തിപ്പിക്കാനും അത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല ഇന്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അതിലൂടെ ആൾക്കാർക്ക് നമ്മളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള സ്പേസും ആവാം, ചില സമയത്ത് പോവാം. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മളെടുക്കുന്ന എഫേർട്ട് ഓരോ കാര്യം ക്രാക്ക് ചെയ്യാൻ, അവിടെയൊക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഫൈറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഫൈറ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ എൻജോയബിൾ ആവില്ല ഈ പ്രോസസ്. അപ്പൊ ഇതെങ്ങനെ ഈ ഒരു ജേർണി കുറച്ചും കൂടെ എൻജോയബിൾ ആക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്. അങ്ങനെ എങ്ങനെ എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യാനായിട്ട് ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത 2 സിനിമകളും കൂടെ ഇവിടെ വെയിറ്റിംഗ് ആണ്. സോ കേട്ടറിയാം എങ്ങനെയാണ് ആ ലൈഫും സിനിമയും തമ്മിൽ, അല്ലെങ്കിൽ ആ സിനിമ പേരും തമ്മിൽ പൂജയുടെ ലൈഫ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് വിത്ത് മീ RJ ജോ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് പൂജ മോഹൻ രാജ്. സൂക്ഷ്മദർശിനി സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മൾ ഒരു സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂജ അഭിനയിച്ചിട്ടുള്ള ചില സിനിമ പേരുകൾ ഞാൻ പറയുന്നു, അതെങ്ങനെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ലൈഫിനെ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൂജ, അങ്ങനെ നമ്മൾ റൊമാൻറ്റിഫിക്കേഷൻ അടിച്ച രോമാഞ്ചം ആ ഒരു മൊമെൻറ്റ് നമ്മൾ കേട്ടു. ഫ്രീഡം ഫൈറ്റ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കേട്ടു. ആൻഡ് അടുത്തത് കാതൽ എന്നാണ് സിനിമയുടെ പേര്. സോ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ ആ ഒരു കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെൻറ്റ് തോന്നിയിട്ടുള്ള എന്തും പറയാം. ഇപ്പോൾ ഒരു പേഴ്സൺ ആവണമെന്നില്ല, ഏതെങ്കിലും ഇപ്പോൾ സിനിമയോടുള്ള ഒരു പ്രണയം, അങ്ങനെ എന്തും. ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഒരു കാതൽ തോന്നിയ ഒരു മൊമെന്റ്? കാതൽ, നമ്മുടെ കാതലായത് അല്ലെങ്കിൽ കോറല്ലേ അങ്ങനെ. എനിക്ക് തോന്നുന്നു കാതൽ എഴുത്തിനോടാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ മഴയോടാണ് എനിക്ക് പ്രേമം എന്നൊക്കെ പറയത്തില്ലേ? ഓ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് അധികം മനുഷ്യന്മാരെ കാണുക എന്നുള്ളതാണ്. അത് പീരിയോഡിക്കലി സംഭവിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു പേഴ്സണാലിറ്റി വൈസ് എനിക്കൊരു എന്റെ കോർ എന്നൊക്കെ പറയുമ്പോൾ ഒരേ സ്പേസിൽ കുറെ കാലം നിൽക്കുമ്പം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇച്ചിരി ഒരു ദുഃഖം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ അത് മനസ്സിലാക്കി എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂൾ കഴിഞ്ഞൊക്കെ വീട്ടിന് പുറത്ത് ആണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നിന്നിട്ടുള്ള സിറ്റീസാണ്. ഇപ്പൊ ഞാൻ ഒരു വർഷം അല്ലെങ്കിൽ ഞാൻ ട്രാവൽ എല്ലാ സ്ഥലത്തും നമുക്ക് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള പല ആൾക്കാരുണ്ടാവും. അപ്പൊ ആ സ്റ്റേജിൽ നമുക്ക് കുറെ അധികം പെർസ്പെക്ടീവ്, ഇന്ത്യയിൽ മൊത്തമുള്ള വേറെ ആൾക്കാര്, പിന്നെ എന്നുള്ള നാഷണാലിറ്റീസ്, ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും അതിനോടൊപ്പം ഇവോൾവ് ആവും. പക്ഷെ ഈ കോവിഡായിട്ട് കേരളത്തിൽ സ്റ്റക്കായപ്പോ എന്താ വെച്ചാല് നമ്മുടെ നാട്ടിൽ നമ്മൾ രാജാക്കന്മാരല്ലേ എന്തായാലും.
അപ്പൊ എല്ലാവർക്കും ഒരു വേറൊരു ഈഗോ ഒക്കെ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ജയിക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഈ അടുത്ത് വീണ്ടും ഞാൻ ഇച്ചിരി യാത്ര ചെയ്തു തുടങ്ങി. അപ്പൊ പുതിയ മനുഷ്യന്മാരെ കാണാൻ പറ്റി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ തന്നെ നമുക്കുണ്ടാകുന്ന പെർസ്പെക്റ്റീവ് കുറച്ചും കൂടെ വളരാനും നമ്മളെ സ്വന്തമാക്കാനും സഹായിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ യാത്ര, ഒരു ട്രാവൽ എന്നുള്ള സ്പേസ് എനിക്ക് ഭയങ്കര, അത് വളരെ റീസെന്റ് ആണ് കേട്ടോ ഞാൻ ഈ ട്രാവൽ തുടങ്ങിയത്. എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്തിട്ട് പഠിക്കാനായിരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിരുന്നു. ഒരു യാത്ര എന്നുള്ള സ്പേസ്, ഒരു സ്ഥലത്ത് പോവുക, അവിടെ കൾച്ചറലി എൻഗേജ് ചെയ്യാന്നുള്ളത് വളരെ, ഈ കൊല്ലമാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഗോവയിൽ പോയതും പിന്നെ വാരണാസി പോയി ഞാൻ ഈ കൊല്ലം. അപ്പൊ അതൊക്കെ എനിക്ക് വളരെ എന്റെ ഒരു കോർ മെമ്മറി ഒരു ആസ് എ പേഴ്സൺ അത് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, അങ്ങനെ യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അതുപോലെ അപ്പോൾ എന്തായാലും പൂജയുടെ ലൈഫിൽ ഒരു കാതൽ ദി കോർ എന്നുള്ളത് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ ഒരു യാത്ര അല്ലേ, ആ ഒരു അനുഭവം തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ഇപ്പോൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നൊരു സ്ഥലം അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ തോന്നിയ ഒരു സ്ഥലം ഏതാണ്? എനിക്ക് യാത്ര ചെയ്തിട്ട് എനിക്കൊരു എനിക്ക് അടുത്തേക്ക് പോകണം ഒരു നല്ലൊരു ട്രെക്ക് പോകണമെന്നുണ്ട്. ഉത്തരാഖണ്ഡിലും മറ്റേ ഏതെങ്കിലും ചന്ദ്രശീല ഏതെങ്കിലും ഒരു നല്ലൊരു ട്രെക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നുണ്ട്. അതാണ് എന്റെ ആഗ്രഹം. അത് ഒറ്റയ്ക്ക് പോകണം എന്നാണ് ആഗ്രഹം. സോളോ ട്രിപ്പ് അല്ലേ? അത് സോളോ എന്ന് പറയാൻ നമ്മള് ഈ സോളോ ട്രിപ്പിന് പോകുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്ന തന്നെ നമ്മൾ കുറച്ച് കൂട്ടുമായിട്ട് യാത്ര ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു. നമുക്ക് ചിലപ്പം ഈ നമ്മൾ പറയില്ലേ, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ട് താമസിക്കാൻ ചിലപ്പോൾ പറ്റില്ല ഒരു വീട്ടിൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ കൂട്ടുകാരെയും കൂടെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിക്കോണമെന്നില്ല. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മളെ വീട്ടുകാരെ കൊണ്ട് പോകാനും പറ്റിക്കോണമെന്നില്ല. ഇപ്പൊ എന്റെ അമ്മേനെ വിളിച്ച് ട്രെക്കിന് കൊണ്ടുപോയതിനെ കൊണ്ട് അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അവർക്ക് പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് തന്നെ ആണെങ്കിൽ അതിന് പ്രസ് ചെയ്യണം. ഈ പറയുന്നത് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ട്രെക്കൊക്കെ ചെയ്യണമെങ്കിൽ. സംതിങ് ബിഗർ ആണല്ലോ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് കണക്റ്റഡ് ആയിട്ട് അവരുടെ കൂട്ടത്തിൽ പോകുന്ന ഓക്കെ. പക്ഷെ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് നമ്മുടെ കോൺവെർസേഷൻസ് അത് ഏതെങ്കിലും നമുക്ക് നമ്മുടെ കോമൺ ഫ്രണ്ടിനെ കുറിച്ചുള്ള കാര്യം സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സംസാരിച്ച കാര്യം സംസാരിക്കാം. അപ്പൊ അങ്ങനെ തന്നെ സ്റ്റക്കായി പോകും. അതുകൊണ്ടാണ് ഈ സോളോ ട്രിപ്പ് ചെയ്യണം എന്ന് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത്. അല്ലാതെ എനിക്കൊരു സ്വാതന്ത്ര്യം ഇത് അങ്ങനെയല്ല. എനിക്ക് എന്റെ ഒരു മൈൻഡ് സ്പേസ് ക്ലിയർ ഔട്ട് ചെയ്യാനും ഞാൻ എന്തിനാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതും ഈ കൊല്ലമാണ്. അതിന്റെ ഇതിലാണ് ഞാൻ സോളോ ട്രിപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു യാത്രയിൽ ഒരുപാട് ഡിസ്കവറീസ് ഉണ്ടാവാറുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സൂക്ഷ്മമായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഇനിയും ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം നമ്മുടെ സ്വന്തം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്രൊമോയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പൂജ മോഹൻ രാജ്. പൂജ, അടുത്ത സിനിമയിലേക്ക് പോയാലോ? അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിനിമ കുറച്ച് ആവേശം നിറച്ചുകൊണ്ട് ആവേശമാണ് ചോദിക്കുന്നത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവേശം തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? ആവേശം തോന്നിയ മൊമെന്റ് ഞാൻ 10ാം ക്ലാസ്, ഞാൻ എന്റെ ചേച്ചി നമ്മൾ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേച്ചിന്റെ ആദ്യത്തെ മോൻ ജനിക്കുന്നത്. അപ്പൊ എനിക്ക് ബാക്കി എല്ലാ സന്തോഷങ്ങളും ഭയങ്കര മൊമെന്റ്സും ട്രീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്നും ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ, ഞാനിങ്ങനെ കുട്ടിച്ച് ഭയങ്കര ചാടി അങ്ങനത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അവൻ ആദ്യത്തെ മോൻ ഗോവിന്ദ് ജനിച്ച ദിവസമാണ്.
അപ്പൊ അതാണ് എന്റെ ജീവിതത്തിൽ ഇന്നും ആലോചിക്കുമ്പം ഇന്നത്തെയും ആലോചിച്ചാല് അവരിപ്പോ വളർന്ന് അവനിപ്പോ 17 വയസ്സൊക്കെ ആവാറായി. അപ്പം 17 വയസ്സാണ് മൂത്ത മോന്, രണ്ടാമത്തെ മോന് 10 വയസ്സ്. പക്ഷെ ഇന്നലെ രാത്രി കൂടെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അവരെടുത്ത് ഇന്നലെയാണ് സംസാരിക്കുന്നത്. അപ്പത്തേക്ക് അവരും സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതും ഈ സിനിമ കണ്ടപ്പോൾ യുകെയിലാണ്. അപ്പൊ എന്നിട്ട് കണ്ടിട്ട് ഇവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ കുട്ടികളായിട്ടുള്ള ആ ജേർണി ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഒരു മേമ ഫീൽ അല്ലേ? ആ മേമ ഫീല. ഇപ്പൊ എന്റെ അടുത്ത് മറ്റേ ആന്റി ഒന്നും അല്ല, ഞാൻ ഫ്രണ്ടാന്നൊക്കെയാണ് പറയണത്. എന്റെ അടുത്ത് അങ്ങനെ നിന്നാ മതി, നിങ്ങൾ വലിയ ആന്റി കളിക്കണ്ട. പക്ഷെ നമ്മൾ അധികം പ്രായ വ്യത്യാസം എന്താ ഒരു 15 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ. വൈ നോട്ട്. പക്ഷെ എന്റെ പിള്ളേരാണ് ഉള്ളിന്റെ ഉള്ളിൽ എനിക്കുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ എന്റെ മക്കൾ തന്നെയാണ്, കുട്ടീസാണ്. അപ്പൊ അവരുടെ പേരെന്താണ്? മൂത്താള് ഗോവിന്ദനും രാജ്. ഓക്കെ, അപ്പം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ പൂജ ഏത് പാട്ടായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഞാൻ വളരെ മോശമാണ്. നിങ്ങൾക്ക് ഇഷ്ടം എന്താണെങ്കിലും ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോ അവന്മാര് കേൾക്കുന്നല്ല ഇംഗ്ലീഷ് പാട്ടോ അങ്ങനെയൊക്കെ. അതിന് ഒരു കോമഡി ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഹനുമാൻ ചൈനിന്റെ വീഡിയോ ഒക്കെ വൈറലായല്ലോ. അപ്പൊ എനിക്ക് ഹനുമാൻ ചൈനിനെ പണ്ടേ അറിയാം. ഞാൻ പുള്ളിക്കാരന്റെ കൂടെ മ്യൂസിക് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഹനുമാൻ ചൈൻ ഫോളോയിങ് യു. ഞാൻ പറഞ്ഞ അതെന്താ ബിക്കോസ് അപ്പാണ് അയ്യോ സോങ് ഇസ് ഗോയിങ് ക്രേസി ഇൻ UK. അത് ഓഹോ ഇത്രയും പടം കഴിഞ്ഞിട്ട് ഇതിലാണോ ഇയാളെന്തിന് നമ്മളെ അങ്ങനെ. അപ്പൊ വേണമെങ്കിൽ അവർക്കായിരിക്കും അങ്ങനത്തെ പാട്ടുകളൊക്കെയാണെന്ന് തോന്നുന്നു ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കഥ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഹനുമാൻ കൈൻഡിന്റെ ബിഗ് ഡോഗ്സ് എന്നുള്ള പാട്ടിലേക്ക് തന്നെ നമ്മൾ പോകുവാണ്. സോ ലെറ്റ്സ് എൻജോയ് ദ സോങ്. ആൻഡ് ഈ പാട്ട് പറയണം കേട്ടോ, നമുക്ക് ഗോവിന്ദിനും രാജിനും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടാണ് വരുന്നത്. സോ ലെറ്റ്സ് എൻജോയ് ദ സോങ് ബിഗ് ഡോഗ്സ് ഓൺ SK ഹോട്ട്സ്പോട്ട്. ഇതിന് ശേഷം പൂജയുടെ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. അങ്ങനെ നമ്മൾ പൂജ മോഹൻരാജ് എന്ന ആക്ടറിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പൂജ, അങ്ങനെ നമ്മൾ സിനിമാ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ ആയി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവേശത്തിലാണ് നമ്മൾ അവസാനിച്ച് നിന്നത്. ആവേശത്തിൽ തന്നെ നമ്മൾ തുടങ്ങുവാണ്. ആവേശത്തിൽ എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഫസ്റ്റ് സീൻ എന്താണെന്ന് അറിയുമ്പോൾ, ഞാൻ ആ പടം തിയേറ്ററിൽ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ മറ്റേ രംഗണ്ണൻ ദംഷ്രാസ് കളിക്കുന്ന സമയമില്ല, അപ്പൊ ഇങ്ങനെ ഓരോ സിനിമകൾ ഇങ്ങനെ പറയത്തില്ലേ, അതെങ്ങനെയായിരുന്നു സത്യം പറഞ്ഞ സംഭവിച്ചു? ഞാൻ അറിയോ ഈ ചേച്ചി ഇത് എഴുതി പഠിച്ചിട്ട് പറയുവാണോ അതോ ഇങ്ങനെ ഓർത്ത് പറയുവാണോ? എഴുതി പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇവര് ഷൂട്ടിന് പോയി ബാംഗ്ലൂരോട്ട്. അപ്പൊ അതിന് മുന്നേ ജിത്തു എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ രോമാഞ്ചം ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ജിത്തു ഇതിനെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവര് പ്രീ പ്രൊഡക്ഷന് വേണ്ടി ബാംഗ്ലൂരോട്ടൊക്കെ പോയത്. പിന്നെ നമുക്ക് അപ്പൊ അറിയാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സീൻ ആണ്. അപ്പൊ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ ഒരു പ്രാവശ്യമില്ല നമ്മൾ ചെയ്യാം, നമ്മൾ പല ആംഗിളും ചെയ്യാം. അപ്പൊ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പേരുകൾ വേണം. അപ്പം നമുക്ക് ഈ സീക്വൻസ് ഇങ്ങനത്തെ സീക്വൻസ് ആണെന്നും അറിയാം. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ലിറിക്കലി ഇപ്പൊ ഒരു പാട്ട് ചോദിച്ചാലും പെട്ടെന്ന് എനിക്ക് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇതാ വാട്ട് ഐ ഫീൽ എന്ന് പറഞ്ഞ എക്സ്പ്രസ് ചെയ്യാനുള്ള പാട്ടൊക്കെ കിട്ടുന്ന പിന്നെയായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ ലിറിക്കലി ഫോളോ ചെയ്യുന്ന കുറവാണ്. പിന്നെ ഈ സിനിമ പേരുകള് കാട്ടി സിനിമയുടെ കഥ പറഞ്ഞാൽ എനിക്ക് ഏതാ സിനിമയാന്ന് മനസ്സിലായി. ചിലപ്പോ സിനിമയുടെ പേര് ഓർമ്മയുണ്ടാവില്ല. അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഇത് ഇങ്ങനെയാണെങ്കിൽ പണി വാളും. അപ്പൊ ഞാൻ മറ്റേ ഗൂഗിളിൽ ഇരുന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സിനിമകളുടെ. അതേപോലെ തന്നെ ജിത്തു മറ്റേ ഹിസ്റ്ററിനോടും റോഷനോടും മറ്റേ നിതിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും കോൺട്രിബ്യൂഷൻ വന്ന രസമായിരിക്കും. അപ്പൊ ജിത്തുവും കുറച്ച് സിനിമാ പേരുകൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ നമുക്ക് ഒത്തിരി ലിസ്റ്റിൽ കുറേ പേരുകളുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ, ഉടക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ഫഹദ് പെർഫോം ചെയ്യുകയാണെങ്കിലും ചെയ്തോണ്ടിരിക്കും. പുള്ളിക്കാരന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല, അതിന്റെ ലെങ്ത് ഉണ്ടാവും. സോ അതിന്റെ ഒരു പ്രപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. അപ്പൊ പിന്നെ ഡബില് വന്നതിന് ശേഷം ഡബ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു എന്നാ ശരി എന്തൊക്കെ പറയണം അപ്പൊ ആ മൊമെന്റില് ലിസ്റ്റ് ജിത്തു തന്നെ ആ ലിസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മള് വന്ന പ്രോഗ്രഷൻ ഭയങ്കര ഗ്രാജുവൽ ആയിരുന്നു എനിക്ക്. ഇപ്പൊ നമ്മള് ബിഗ് ബി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ചോട്ടാകുമ്പോ പറയും അല്ലേ. അപ്പൊ നമ്മള് പറഞ്ഞു ബിഗ് ബി ചോട്ടാകുമ്പോ അങ്ങനത്തെ ഒരു പ്രോഗ്രഷൻ അതൊരു രസകരമായിട്ടുള്ളൂ. വളരെ സ്വാഭാവികമായിട്ട് നമ്മള് കൂട്ടുകാരോട് കളിച്ചാലും അവിടെ എത്തുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനത്തെ. ഓക്കെ, ഞാനപ്പം എന്തെങ്കിലും എനിക്ക് ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു സ്വാർത്ഥ ചോദ്യമായിരുന്നു അത്. എന്തായാലും ആവേശത്തിലെ ആ സീനൊക്കെ കിടുക്കി. അതിൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു റിക്വസ്റ്റ് ആണ്, ഒരു ഹംബിൾ റിക്വസ്റ്റ്. മറ്റേ ആ ഡയലോഗില്ലേ, എട സുന്ദരന്മാരെ, ആ ഡയലോഗ് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആവേശത്തിലെ പാർട്ടിലേക്ക് പോവാം. എടാ സുന്ദരന്മാരെ. ഓക്കെ, സ്വീറ്റി ചേച്ചിക്ക് ഒരു താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും ഇനി അടുത്ത പാട്ടിലേക്കാണ്. അപ്പോൾ ആവേശം മൂഡ് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആവേശത്തിലെ ഇല്ലുമിനാറ്റി സോങ്ങിലേക്ക് തന്നെ പോവാം. സോ ലെറ്റ്സ് എൻജോയ് ദി സോങ്. ആൻഡ് അതിനുശേഷം പൂജ മോഹൻരാജിന്റെ മറ്റ് വിശേഷങ്ങളൊക്കെ കേട്ടറിയാം. SK ഹോട്ട്സ്പോട്ടിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് വിത്ത് മീ RJ ജോ. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആക്ടർ പൂജ മോഹൻരാജ്. പൂജ, നമ്മളിങ്ങനെ ആവേശത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി അടുത്തത് പൂജയിലേക്ക് ഒന്ന് വരുവാണ്. ഇപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഒരു തിയേറ്ററിൽ പഠിപ്പിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് സെഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. ആൻഡ് ഇതിന് പുറമെ നമ്മൾ ആരും അറിയാത്ത പൂജയുടെ ഒരു ടാലൻറ്റ് എന്താണ്. ചിലവരിങ്ങനെ പടം വരയ്ക്കും, ചിലർ പാട്ട് പാടും, ചിലർ ഡാൻസ് ചെയ്യും. പക്ഷെ അതൊന്നും അങ്ങനെ മുന്നോട്ട് അങ്ങനെ അധികം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവരെ തന്നെ അനുവദിക്കാറില്ല. ബട്ട് അങ്ങനെ ഞങ്ങൾക്കാർക്കും അറിയാത്ത പൂജയുടെ മറ്റൊരു ടാലൻറ്റ് എന്താണത്, ഹിഡൻ ടാലൻറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇടയ്ക്ക് എഴുതും എന്തെങ്കിലും, എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് വളരെ അടുത്ത കൂട്ടുകാർക്കൊക്കെ ചിലപ്പോ കാണിച്ചു കൊടുക്കും, അങ്ങനെ ഷെയർ ചെയ്യും. അല്ലാതെ എനിക്ക് അതൊരു ഹോബി, ഒരു മറ്റേ എനിക്ക് സുഖം കിട്ടുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയാണ് എഴുതാന്നുള്ളത്. എനിക്കത് ഇഷ്ടമാണ് എഴുതാൻ ഉള്ളത്. എഴുത്ത് കാര്യമായിട്ട് എടുക്കാൻ വല്ലതും പ്ലാനും ഉണ്ടോ? എഴുതി തെളിയട്ടെ വന്നിട്ട്. എഴുത്തിലാണോ പ്രാധാന്യം കൊടുക്കാനായിട്ട് പോകുന്നതോ ഡയറക്ഷനിലാണോ? അങ്ങനെയൊക്കെ ഞാൻ ചില കിംവദന്തികളൊക്കെ കേട്ടു. അയ്യോ, അങ്ങനെ അതിനൊരു പ്ലാനൊന്നും ഇല്ല. എന്തൊക്കെയാല് നമുക്ക് ആഗ്രഹങ്ങൾ പലതുണ്ട്. അപ്പൊ ഈ ഡിറക്ഷൻ, എസ്പെഷ്യലി സിനിമയിലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പണിയേ അല്ല. അത് നമ്മൾ ഒരു ക്രിയേറ്റീവ് ജോബുമാണ്, അതേ സമയത്ത് ഭയങ്കര മാനേജീരിയൽ ജോബുമാണ്. ഒരു ഡയറക്ടേഴ്സ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്, അവരുടെ ഒരു എബിലിറ്റി, അവരുടെ വിഷൻ നടപ്പാക്കി എടുക്കാൻ ഉള്ള ഒരു ഹെൽപ്പ്. അതിൻ്റെ ഇടയ്ക്ക് സോ മെനി തിങ്സ് ഇൻ ഗ്രോ റോങ്. നമ്മൾ എത്ര പ്ലാനിങ്ങും എത്ര ഇതുണ്ടായാലും ചിലപ്പോൾ വെതർ ആവാം, ചിലപ്പോൾ മഴ, കാറ്റ്, പ്രശ്നമാവാം. പിന്നെ ചില സമയത്ത് നമുക്ക് പ്രോമിസിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും അവര് ചാലഞ്ചാണ് ഒരു സിനിമ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഇത് എല്ലാത്തിനും കൂടെ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ നല്ല ഡയറക്ടേഴ്സ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരേപോലെ ക്രിയേറ്റീവ്ലിയും ഇൻവോൾവ് ആയിട്ട് നിൽക്കുക, അതേ സമയത്ത് മറ്റ് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്ത് അവർക്ക് അവർ നല്ല രീതിയിൽ ആർട്ടിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആണെന്ന് തോന്നുന്നു ഒരു നല്ലൊരു ഡയറക്ടർ കഴിവ്. അത് എനിക്ക് പറയാം, അതിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ടെക്നിക്കലി എങ്കിലും കുറച്ച് ബോധം വരണം. അല്ലെങ്കിൽ ഈ സെറ്റിന്റെ കൂടെ നമുക്ക് ഈ പണി അറിയാതെയാണ് ഈ പണിക്ക് ഇറങ്ങുന്നതെങ്കിൽ ഇത് വെറുതെ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ചിലപ്പോ ഇത് മാറുമായിരിക്കും, ചിലപ്പം കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോ അല്ലേ. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ പഠിക്കുകയാണല്ലോ. എല്ലാ എപ്പോ പോയാലും എന്നുവെച്ചാൽ സിനിമ
ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമാസ് ആയിരിക്കും. അതിൽ വളരെ വ്യത്യാസമുണ്ട്. ജിത്തു മാധവൻ എന്നുള്ള ഡയറക്ടറെ രോമാഞ്ചവും ആക്ഷൻ ചെയ്യുമ്പോൾ അത് എന്നുവെച്ചാൽ സിനിമയുടെ തന്നെ ഒരു വ്യത്യാസം കൊണ്ട് മേക്കിംഗ് വ്യത്യാസം വരും. അപ്പൊ അത് നമ്മള് ഇതാണ് സിനിമ എന്ന് ഒരു സിനിമ കണ്ടിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാല് അടുത്ത സിനിമ ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലേ, അപ്പൊ ഇങ്ങനെ ഒരു ചിന്തിക്കുകയല്ലേ, നമുക്ക് തന്നെ അത് എല്ലാ സിനിമയും പുതിയ പഠനമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ എന്തെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ നല്ല കഥയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ചെയ്യാതിരിക്കുന്നില്ല. അങ്ങനത്തെ സമയം എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും ലെറ്റ്സ് എക്സ്പെക്ട് ദ ബെസ്റ്റ് അല്ലേ. അപ്പൊ എന്തായാലും അന്നങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും മുന്നോട്ട് വരട്ടെ. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പൂജ മോഹൻ രാജിൽ നിന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. സോ കേട്ട് അറിയാം പൂജ മോഹൻ രാജിനെ നമ്മുടെ സ്വന്തം SK ഹോട്ട്സ്പോട്ടിലൂടെ. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സെലിബ്രിറ്റി ആക്ടർ പൂജ മോഹൻ രാജ്. പൂജ മോഹൻ രാജിനെ പറ്റി ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒത്തിരി പണ്ടല്ല, ഒരു സ്കോളർഷിപ്പ് ഓഫ് യങ് ആർട്ടിസ്റ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഒരു റെസിപ്പിയൻ്റ് ആണ് പൂജ മോഹൻ രാജ് എന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ തിയേറ്ററിനെ ഒരു റിലീജിയനായിട്ടൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് പൂജ മോഹൻ രാജ്. സ്ട്രേറ്റ് ജാക്കറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സോളോ പെർഫോമൻസ് സിംഗപ്പൂർ റൈറ്റേഴ്സ് ഫെസ്റ്റിവൽ 2018 നടത്തിയിട്ടുണ്ട്. അപ്പം സിനിമ അഭിനയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു അഭിനയ രംഗത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ്. സോ ഈ ഒരു നാടകം അല്ലെങ്കിൽ തിയേറ്റർ എന്തുമാത്രം പൂജനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു തിയേറ്റർ ഈസ് മൈ റിലീജിയൻ എന്നൊക്കെ പറയാനും മാത്രം അത് എന്തുമാത്രമായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഞാനൊക്കെ വ്യക്തി ഒരു പെട്ടിരിക്കുന്നത് ഒരു തിയേറ്റർ സ്പേസിൽ തന്നെയാണ്. ഞാൻ അത് ഒരു സോഫ്റ്റ് സ്പേസിലല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു കോൺസെപ്റ്റ് ഓഫ് ഫിയർ മാറുന്നു അങ്ങനത്തെ ഒരു സ്പേസിലല്ല ഞാൻ പറയുന്നത്. അത് ഉദ്ദേശിച്ചുണ്ടാവും. എനിക്ക് എന്നെ കുറച്ചും കൂടെ എന്താ പറയുക ജനറൽ ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മള് ഒക്കെ പ്രേരിപ്പിച്ചതും എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും എന്നെ മനസ്സിലാക്കാനും ഞാൻ എന്താണോ അതിനെ കൺഫ്രണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള സ്പേസ് എനിക്ക് തന്നത്. നമ്മള് പലപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന കാര്യമാണ് ഒരു നല്ല വ്യക്തിക്ക് ഒരു നല്ല നടനാകാൻ പറ്റും എന്നൊക്കെ പറയുന്നതും യു ഹാവ് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ടു ബിക്കം എ ഗുഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് എത്രയോ നല്ല നടന്മാർ പക്ഷെ പേഴ്സണലി ഭയങ്കര എന്താ പറയാ നമുക്ക് ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അതില് നമ്മുടെ ഐഡിയൽസും പിന്നെ ഒക്കെ വരെ ഉണ്ടാവും. പക്ഷെ അവരുടെ കലയെ നമുക്ക് ഒരിക്കലും അവരുടെ പേഴ്സൺ വാട്ട് ദേ ആർ ഡൂയിങ് ഇൻ ദെയർ പേഴ്സണൽ ലൈഫ് വെച്ച് എനിക്ക് എന്താ പറയുക ഇക്വേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അവരുടെ കല ഗ്രേറ്റ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എന്താന്ന് വെച്ചാല് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഈ ഗുഡ് പേഴ്സൺ ബാഡ് പേഴ്സണെ കാട്ടി ഈ പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പൂർണ്ണബോധത്തോടെയാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫോമറും ആർട്ടിസ്റ്റും ആവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ചീത്തയാണ്, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇത് എന്റെ കുരുത്തക്കേടാണെന്ന് സ്വന്തം സമ്മതിക്കുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അയാൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എന്താ പറയാ ബാക്കി എല്ലാവരെയും കൂടെ ആ ഒരു അയാൾ അതാണെന്നുള്ള ആക്ടിയുള്ള സ്പേസിൽ അഭിനയിക്കാനും ഒക്കെ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ ചിലപ്പോ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലേക്ക് കല്യാണത്തിനൊക്കെ പോയാലൊക്കെ നമുക്ക് അമ്മായിമാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അവര് ഞാൻ ആരെ കുറിച്ചൊന്നും പറയാനില്ല, പക്ഷെ അവർ പറഞ്ഞു പക്ഷെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ്. അവരത് ഈ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്നതേ ഒരു പ്രശ്നമാണ്. നമ്മളെ വളർത്തിടാൻ ഒട്ടും സാധിക്കാത്ത ഒരു സാധനമാണ്. എനിക്ക് അതൊക്കെ എന്റെ വളർത്തിട്ട് ചെയ്യാനും ഒക്കെ ലൈക്ക് ടു ബി കംഫർട്ടബിൾ ഇൻ മൈ സ്കിൻ. ഞാനൊന്ന് വ്യക്തിയായിട്ട് ഞാൻ തന്നെ കംഫർട്ടബിൾ ആവാൻ
എന്നെ സഹായിച്ച ഒരു മീഡിയമാണ് തിയേറ്റർ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിയേറ്റർ ഈസ് മൈ റിലീജിയൻ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് തിയേറ്റർ ഈസ് മൈ റിലീജിയൻ എന്ന് പൂജ മോഹൻരാജ് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഇനിയും ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് പൂജ. എന്തായാലും പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. ഒരു ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ നമ്മളത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് പൂജ മോഹൻരാജ് എന്ന ആക്ടറിൻ്റെ ലൈഫിലേക്ക്, ഒരു അഭിനയ ജീവിതത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ ആ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൂജ, തിയേറ്റർ ഈസ് മൈ റിലീജിയൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയാനായിട്ട് കാരണം, അല്ലെങ്കിൽ എന്തുമാത്രം തിയേറ്റർ പൂജനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ഈ നാടകം, തിയേറ്റർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? പുറത്താണ്, UK പഠിച്ചത്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താണ് ഓർമ്മ വരുന്നത് ആക്ച്വലി ആദ്യം നാടകം എന്ന് പറയുമ്പോൾ ചെങ്ങമ്പുഴ പാർക്ക്. ഞങ്ങള് കൊച്ചിലെ ചന്ദ്രദാസ മാഷ് ലോകധർമ്മി എന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പൊ ചന്ദ്രദാസ മാഷ് ഒരു ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് തുടങ്ങി. അപ്പം അത് നമ്മളെല്ലാ ശനിയാഴ്ചകളും കൊച്ചിലെ ഒരു 10 വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ അവിടെയാണ്. നമ്മളവിടെ പോവും, നമ്മൾ കളിക്കും, നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യും, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തിയേറ്റർ എക്സസൈസ് ചെയ്യും. പക്ഷെ ഒത്തിരി നമ്മള് ഓടിക്കളിക്കുക, വങ്ങിക്കളിക്കുക എന്നൊക്കെയുള്ള സാധനം മൊത്തം ആ പാർക്കിലാണ് ഈ ഒരു തുടക്കം. ഒരു പക്ഷെ എന്റെ ഫസ്റ്റ് സ്റ്റേജ് ആ പാർക്കിൽ ഇപ്പൊ 2 സ്റ്റേജ് ഉണ്ട്. അതിലൊരു ചെറിയ സ്റ്റേജ്, ആ ചെറിയ സ്റ്റേജിലാണ് നമ്മൾ തുടങ്ങുന്നത്. എനിക്ക് എന്റെ ഫസ്റ്റ് പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ട് ആ പാർക്കിൽ കുറച്ചുകൂടെ വലിയ സ്റ്റേജ് വന്നിട്ടുണ്ട്. അപ്പൊ ആ വലിയ സ്റ്റേജിൽ നമ്മളാണ് ആദ്യമായിട്ട് നാടകം കളിക്കുന്നത്. അപ്പം ഇപ്പൊ കൊച്ചിയില് വളരെയധികം സാംസ്കാരികമായിട്ട് കുറെ പരിപാടികൾ നടക്കുന്ന ഒരു കൾച്ചറൽ സ്പോട്ട് തന്നെയാണ് ചെങ്ങമ്പുഴ പാർക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്ബ്രിങ്ങിങ്ങും നമ്മൾ വളർന്നു വരുന്ന കാലത്ത് ആ ചെങ്ങമ്പുഴ പാർക്ക് ഞാൻ ഏറ്റവും വലിയ ഒരു നാടകത്തിന്റെ ഓർമ്മ തുടങ്ങുന്നത് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നാടകത്തോട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം തുടങ്ങുന്നത് ചെങ്ങമ്പുഴ പാർക്കും. ചെങ്ങമ്പുഴ പാർക്കില് ഒരു നാടകമരമൊക്കെ ഉണ്ടായിരുന്നു. നാടകമരം ഒരു വർക്ക്ഷോപ്പിന് ഒരു മരത്തിന് നമ്മൾ ചെവിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇന്നും ഉണ്ട് നാടകമരം അവിടെ. എനിക്കറിഞ്ഞൂടാ ചെവിയും അതൊക്കെ എപ്പോഴും ഉണ്ടോന്ന്. പക്ഷെ ഒരു നാടകമരം, അതിന്റെ അടിയിലിരിക്കാനുള്ള സ്പേസും ഇന്ന് ആ ചെങ്ങമ്പുഴ പാർക്ക് കുറെ മാറിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്പേസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്, ആദ്യം ഓർമ്മ വരുന്നത്. എൻ്റെ പൂജനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോഴേ ഒരു 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 ഇത് കണ്ടേ, അറ്റ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പം ആ സംഭവം എന്താണ്? പൂജയുടെ സെഷൻ എടുക്കുവാണോ? എന്താണ് അറ്റ്യൂൺ? അറ്റ്യൂൺ എന്താ പറയാ, അറ്റ്യൂൺ എന്ന് പറയുന്നത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് മോഡലാണ്. അതായത് ഇപ്പൊ സമയത്ത് ഒത്തിരി പേര് ഓൺലൈനിൽ കുറെ പരിപാടി ഉണ്ടാക്കുന്നു, ഇടുന്നു. അപ്പൊ ഓൺലൈൻ വർക്ക്ഷോപ്പ് നടത്തുന്നു. അപ്പൊ ഞാൻ കേൾക്കുന്നത് എന്താ, ഇത് ഓൺലൈൻ ആയതുകൊണ്ട് അത്രയ്ക്ക് വർക്കാവില്ല, നേരിട്ടാണെങ്കിൽ കുറച്ച് വർക്കാവും എന്നുള്ള രീതിയിലാണ് മിക്ക വർക്ക്ഷോപ്പും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളോട് പോകുക. പക്ഷെ എനിക്ക് ഒരു ഓൺലൈൻ മീഡിയം എങ്ങനെ എഫക്റ്റീവ് ആയിട്ടൊരു വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനത്തെ രീതിയിൽ എങ്ങനെ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന, അതായത് അത് പുറത്ത് മീൻസ് ഓഫ്ലൈൻ ആണെങ്കിൽ കൂടുതൽ വർക്കാവുന്നുള്ളതല്ല, ഓൺലൈനിൽ തന്നെ അതിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആക്ടേഴ്സ് വർക്ക്ഷോപ്പ്. അത് ആക്ടേഴ്സിന് മാത്രം വേണ്ടിയിട്ടല്ല, അത് നോൺ ആക്ടേഴ്സും പങ്കെടുക്കാവുന്ന ഒരു വർക്ക്ഷോപ്പ് മോഡലായിരുന്നു. അതിനാണ് അറ്റീവ്. അപ്പൊ കോവിഡ് സമയത്ത് ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്താണ്. അപ്പൊ അത് ആ സമയത്ത് ഓൺലൈനിൽ ഇരിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം ചെയ്തിരുന്നു. പിന്നെ അത് സിനിമ വന്നതിന് ശേഷം അതും ഇല്ലാണ്ടായി. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ മാറിയപ്പോൾ പീപ്പിൾ ഓൾസോ പ്രിഫർ എന്താ നേരിട്ടുള്ള സെറ്റിൽസും നേരിട്ടുള്ള സെറ്റിൽസ് ഒക്കെയാണ് ചെയ്യുന്നത്. അത് നേരിട്ടാകുമ്പോ അത് വേറെ രീതിയിൽ തന്നെ അത് വേറൊരു തരം സാധനമായിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയും ഇതുപോലത്തെ സെഷൻസ് ഒക്കെ ഇനിയും ഫ്യൂച്ചറിൽ കാണാം? അങ്ങനത്തെ ഒരു അക്കാഡമി പോലെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? അല്ല, ഞാൻ എടുക്കാറുണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ ഒരു 1-1.5 കൊല്ലമായിട്ടാണ് ഇത് കുറഞ്ഞ്, പിന്നെ ഫ്രീക്വൻസി കുറഞ്ഞത്. പക്ഷെ ഈ വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറെ കാലം കഴിഞ്ഞ് ഇപ്പൊ ഡെഡിക്കേറ്റ് വിമൻ സ്റ്റേറ്റ് ഗ്രൂപ്പില് ഫെസ്റ്റിവൽ നടക്കുമ്പോ അവർക്കൊരു ദിവസത്തെ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് പഠിപ്പിക്കാൻ എന്നും ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, യെസ്. അങ്ങനെ അഭിനയം പഠിപ്പിക്കാനും ഒക്കെ ഇഷ്ടമുള്ള പൂജ മോഹൻരാജ് എന്ന ആക്ടറിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടിലൂടെ. ആൻഡ് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. ഇനി പൂജയുടെ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തൊക്കെയാണ് എന്ന് അറിയാനായിട്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. അങ്ങനെ സിനിമാ വിശേഷങ്ങളും മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ഉണ്ടായിരുന്നത് ആക്ടർ പൂജ മോഹൻരാജ് ആണ്. പൂജ, സൂക്ഷ്മദർശിനി വിശേഷങ്ങൾ തുടങ്ങി. ഇനി അടുത്തത് അറിയേണ്ടത് മറ്റ് വിശേഷങ്ങളെ കുറിച്ചാണ്. കാരണം അടുത്ത ഏത് പ്രൊജക്റ്റാണ് എന്നറിയാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ആർ ദ നെക്സ്റ്റ് പ്രൊജക്ട്സ്? എന്താ പറയുക, ചെയ്ത് കുറച്ച് സിനിമകളുണ്ട് ഇനി ഇറങ്ങാൻ. അതിന് അടുത്ത കൊണ്ടായിരിക്കും നമുക്കൊരു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ മരണമാസുണ്ട്. ബേസിൽ ജോസഫിന്റെ ആയിട്ടുള്ള നെക്സ്റ്റ് പടം അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ മറ്റേ എന്താ പറയാ, പടക്കളം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, രാജ്യത്തിനൊക്കെ ഉള്ള. അതും ബേസിലിന്റെ അസിസ്റ്റന്റ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. പിന്നെ പാതിരാത്രി രത്തിനയുടെ പടം, അങ്ങനെ കുറച്ച് പടങ്ങൾ. ഓക്കെ, കുറച്ച് പടങ്ങളൊക്കെ വരാനുണ്ട്. ഇനി പിന്നെ ചെയ്യാം. ഇനി അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പടങ്ങളുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് സീക്രട്ട് ആണ്. സീക്രട്ട് ഒന്നുമില്ല, എല്ലാത്തിലും ഇങ്ങനെ തന്നെ വരിക, പരിപാടി കളിക്കാ പോവാ. നമ്മളങ്ങോട്ട് ഷൈൻ ചെയ്യുക, അങ്ങോട്ട് പോവാ അല്ലേ? ഓക്കെ. ആൻഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, രോമാഞ്ചത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ വല്ലതും പറയാനായിട്ടുണ്ടോ? രോമാഞ്ചൻ 2 പറ്റിയിട്ടൊക്കെ? അയ്യോ, അത് ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ചുമ്മാ നമുക്ക് ഈ സ്റ്റോറി ആയിട്ടൊക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഞങ്ങള് ഡയറക്ടറിനോടൊന്നും പറഞ്ഞേക്കും, ഞങ്ങൾ വെയിറ്റിംഗ് ആണ് രോമാഞ്ചത്തിന് വേണ്ടിട്ടെന്നുള്ളത് ഒന്ന് കാണുവാണെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തുണ്ടാവുന്നു. എന്താ വെച്ചാൽ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ട് ചുറ്റി വേറെ എന്തോ ആണ് ആലോചിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം രോമാഞ്ചന് വേണ്ടി കുറച്ചാലും കൂടെ കാക്കണം എന്ന് തോന്നുന്നു. വേവോളം കാത്തു, ഇനി നമ്മൾ 6ഓളം കാക്കുന്നതായിരിക്കും എന്തായാലും. യെസ്. അപ്പം പുതിയ പ്രോജക്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് 2025 വരാനായിട്ട് പോകുന്ന അപ്കമിങ് പടങ്ങളൊക്കെ ഹിറ്റായി മാറട്ടെ കേട്ടോ. യെസ്. രോമാഞ്ചത്തിലെ നമ്മുടെ സുലോചനയുടെ നാത്തൂനായിട്ട് വന്ന കഥാപാത്രം പോലെ, സ്വീറ്റി ചേച്ചിയായിട്ട് വന്ന കഥാപാത്രം പോലെ, ആസ്മയായിട്ട് വന്ന കഥാപാത്രം പോലെ ഇനിയും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളായി മാറട്ടെ എന്ന വിഷയമാണ്. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താണ് പറയാനായിട്ടുള്ളത്? പടം കാണാത്തവരൊക്കെ കാണാ. ഇപ്പോഴും ഒരാഴ്ച ആയിട്ടുള്ളൂ, പക്ഷെ എന്തോ കൊറേ നാളായിട്ട് കൂടുക എന്നുള്ള പോലത്തെ ഒരു ഫീലാണ്. അത്രയധികം ആൾക്കാർ നമ്മളോട് ഇപ്പൊ നമ്മള് വീട്ടിലാണെങ്കിൽ കാണുകയാണെങ്കിലും എല്ലാവരും വന്ന് സംസാരിക്കും, അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാരും കുടുംബസമേതം പോയി കാണുക, ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ പോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. എവിടേക്ക് കണ്ടാലും വന്ന് പറയാ അഭിപ്രായമൊക്കെ, അതേ പറയാറുള്ളൂ. ഓക്കെ. എനിവേ യെസ്, ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് കോൾ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ആൻഡ് സൂക്ഷ്മദർശിനിക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഒരു ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഇനിയുള്ള പടത്തിനൊക്കെ ഒരു ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു എൻജോയ് ദ ഇന്റർവ്യൂ. ഓക്കെ. യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ പൂജ മോഹൻരാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പൂജയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനിയും ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളായിട്ട് സർഗക്ഷേത്ര 89.6 FM പരിപാടി വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM ആൻഡ് ദിസ് ഈസ് RJ Joe signing off from SK Hotspot. 89.6 FM സർഗക്ഷേത്ര.